നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളെ അവലോകനം ചെയ്യുന്ന സീരീസിൽ ഇന്ന് 2005 നടന്ന തെരഞ്ഞെടുപ്പിന്റെ വിശകലനമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ആദ്യമായി ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് തന്നെ കുറച്ച് പശ്ചാത്തല വിവരങ്ങളും പറയേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ 2000 തിരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു 2000 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ LDFും UDFും ഏറെക്കുറെ തുല്യ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചതെന്ന്. പല തദ്ദേശ സ്ഥാപനങ്ങളിലും ആർക്കും തന്നെ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു. ഇത് ആ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വലിയ ഭരണസ്തംഭനത്തിന് കാരണമാവുകയും ഉണ്ടായി. തുടർന്ന് അത്തരം സ്ഥാപനങ്ങളിൽ താൽക്കാലികമായി അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തുകയാണ് അന്നത്തെ ആന്റണി സർക്കാർ ചെയ്തിരുന്നത്. ഏകദേശം 400ഓളം സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണവും ഉണ്ടായിരുന്നു. സാധാരണ രീതിയിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ 6 മാസത്തിനകം തന്നെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് സ്വാഭാവികമായ രീതി. എന്നാൽ ആന്റണി സർക്കാർ അതിനു പകരം അഡ്മിനിസ്ട്രേഷൻ ഭരണം തുടരാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇത് വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായി എങ്കിലും തെരഞ്ഞെടുപ്പ് നടത്തപ്പെട്ടില്ല. പിന്നീട് 2005 തിരഞ്ഞെടുപ്പിനൊപ്പമാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടന്നത്. തിരഞ്ഞെടുപ്പ് തീയതികളും ഘട്ടങ്ങളും തിരഞ്ഞെടുപ്പ് 3 ഘട്ടമായാണ് നടന്നത്. ഒന്നാം ഘട്ടം 2005 സെപ്റ്റംബർ 24 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളും. രണ്ടാമത്തെ ഘട്ടം 2005 സെപ്റ്റംബർ 26 മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ. ഇടുക്കി, കോട്ടയം ജില്ലകളിലെ തിരഞ്ഞെടുപ്പ് കനത്ത മഴയും ഉരുൾപൊട്ടലിനെയും തുടർന്ന് മാറ്റിവെക്കുകയും 2005 ഒക്ടോബർ 8 നടത്തുകയുമാണ് ചെയ്തത്. ആകെ 77% വോട്ടിംഗും രേഖപ്പെടുത്തി. സ്ത്രീ വോട്ടർമാരുടെ സാന്നിധ്യം ഏറെയായിരുന്നു. അതുകൂടാതെ ആദ്യമായി ജനപ്രതിനിധികളിൽ 50% സ്ത്രീ പ്രാതിനിധ്യം നടപ്പാക്കിയ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത്. ഇനി തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇടതു മുന്നണി ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടിയ തിരഞ്ഞെടുപ്പായിരുന്നു 2005 ഇടത് തരംഗം എന്നാണ് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തതും. അതിന് ഒരുപാട് കാരണങ്ങളും ഉണ്ടായിരുന്നു. അതിലേക്ക് വരുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പ് ഫലത്തെ ഒന്നുകൂടി നമുക്ക് പരിശോധിക്കാം. ആകെ 999 ഗ്രാമപഞ്ചായത്തുകളിൽ 605 ഇടതു മുന്നണി നേടിയപ്പോൾ UDFന് കേവലം 317 മാത്രമാണ് നേടാനായത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 109 ഇടതു മുന്നണി നേടിയപ്പോൾ UDF 42 ഒതുങ്ങി. ജില്ലാ പഞ്ചായത്തുകളിലെ കണക്കെടുത്താൽ 14 13 LDFനാണ് നേടിയത്. മുസ്ലിം ലീഗിന്റെ കോട്ട എന്നറിയപ്പെടുന്ന മലപ്പുറം ജില്ലാ പഞ്ചായത്തും അത്തവണ LDF നേടി. ആകെ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ മാത്രമാണ് UDFന് ഭൂരിപക്ഷം നേടാനായത്. സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുനിസിപ്പാലിറ്റികളിൽ UDFന് മേൽക്കൈ ഉണ്ടാവാറുള്ളതാണ്. എന്നാൽ ഇത്തവണ ആകെയുള്ള 53 38 മുനിസിപ്പാലിറ്റിയും LDF സ്വന്തമാക്കി. UDFന് ആകെ 14 മാത്രമായിരുന്നു ലഭിച്ചിരുന്നത്. കോർപ്പറേഷനുകളുടെ കാര്യമെടുത്താലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. കൊല്ലം ഒഴികെയുള്ള 4 കോർപ്പറേഷനുകളിലും LDFന് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം ലഭിച്ചു. ആകെ തദ്ദേശ സ്ഥാപനങ്ങളിൽ 70%-ലേറെയും LDFന് സ്വന്തമാക്കാനായി സാധിച്ചു. 14 ജില്ലാ പഞ്ചായത്തിൽ 13 നേടാനായത് ചരിത്ര സംഭവം തന്നെയായിരുന്നു. LDF വിജയത്തിന്റെയും UDF പരാജയത്തിന്റെയും പ്രധാന കാരണങ്ങൾ ഒന്നുകൂടി നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് പറയേണ്ടത് അന്നത്തെ UDF സർക്കാരിനെതിരെ അവസാന കാലത്തുണ്ടായ ജനവികാരം തന്നെയായിരുന്നു എന്നതാണ്. കടുത്ത വിലക്കയറ്റം, വൈദ്യുതി പ്രതിസന്ധി, ധനക്കമ്മി, അഴിമതി ആരോപണങ്ങൾ തുടങ്ങിയ വലിയ പ്രതിസന്ധിയിലായിരുന്നു സർക്കാർ. തദ്ദേശ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടന്ന 2004 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ LDF 20-ൽ 18 സീറ്റും നേടിയ തരംഗം ഈ തിരഞ്ഞെടുപ്പിലും തുടർന്നു എന്ന് തന്നെ പറയാം. BJPയെ പരാജയപ്പെടുത്തി കോൺഗ്രസ് ദേശീയ തലത്തിൽ സർക്കാർ രൂപീകരിച്ച തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മത്സരിച്ച 17 കോൺഗ്രസ് സ്ഥാനാർത്ഥികളും പരാജയപ്പെടുകയായിരുന്നു. മുസ്ലിം ലീഗിന്റെ ഒരു സീറ്റ് മാത്രമായിരുന്നു UDFന് ലഭിച്ചത്. ഒരു സീറ്റ് PC തോമസിലൂടെ NDAയും സ്വന്തമാക്കി. LDFന് അനുകൂലമായി എന്ന് കരുതപ്പെടുന്ന മറ്റൊരു ഫാക്ടർ ഗ്രാമീണ മേഖലയിലെ ജനകീയ ആസൂത്രണത്തിന്റെ ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. അത് പ്രധാനമായിട്ടും ഇടത് കാഴ്ചപ്പാടിന്റെ നേട്ടമാണെന്ന് സ്ഥാപിക്കാൻ ഇടത് മുന്നണിക്ക് ആവുകയും ചെയ്തു. മറ്റൊരു വലിയ ഫാക്ടർ എന്ന് പറഞ്ഞാൽ UDFനുള്ളിലെ ആഭ്യന്തര കലഹമായിരുന്നു. K കരുണാകരൻ കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്ന് പുതിയ പാർട്ടി രൂപീകരിക്കുകയും തിരഞ്ഞെടുപ്പിൽ LDFുമായി അനൌദ്യോഗിക ധാരണകൾ ഉണ്ടാക്കി മത്സരിക്കുകയും ചെയ്തത് UDFനെ അക്ഷരാർത്ഥത്തിൽ പിളർത്തി എന്ന് തന്നെ പറയാം. കോൺഗ്രസിന്റെ വോട്ട് ഭിന്നിച്ചതോടെ LDFന് വളരെ എളുപ്പത്തിൽ തന്നെ ജയിച്ചു കയറാനായി. UDF നേരിട്ട മറ്റൊരു പ്രതിസന്ധി മുസ്ലിം ലീഗിന്റെ പരമ്പരാഗത ഇടങ്ങളായ മലപ്പുറത്തുണ്ടായ തിരിച്ചടി തന്നെയാണ്. കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ റജീന വിവാദം കത്തിയതോടെ ലീഗിന് പലയിടത്തും കാലിടറുകയായിരുന്നു.
മലപ്പുറം ജില്ലാ പഞ്ചായത്ത് LDF പിടിക്കുന്നതിലേക്ക് വരെ ഈ പ്രതിസന്ധി UDFനെ എത്തിച്ചു. ലീഗിന്റെ തളർച്ച കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലും UDFന്റെ പരാജയത്തിലേക്ക് നയിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വിജയം അടുത്ത 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF തുടർന്നിരുന്നു. 140 സീറ്റിൽ 98 സീറ്റും നേടി VS സർക്കാർ അധികാരത്തിൽ വന്നു. 2005 തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ LDFന്റെ സുവർണ വർഷം എന്നാണ് ഇന്നും അറിയപ്പെടുന്നത്. ഒരു ശതാബ്ദത്തിലേറെ നീണ്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിന് ശേഷം ജനാധിപത്യം പുനഃസ്ഥാപിച്ച തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. 2010 തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പങ്കുവയ്ക്കാം.